നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നൊരു നല്ല ദിവസം. നമ്മൾ പുതിയൊരു തുടക്കത്തിലേക്ക് കടക്കുന്നു. പുതിയൊരു ക്ലിനിക്. എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ഉണ്ടാവണം. അപ്പൊ വിളക്കെത്തിയാണ് സാറേ. അമ്മയാ വിളക്ക് കൊളുത്തേണ്ടത്. അയ്യോ, ഞാൻ കൊളുത്താനോ? മക്കളെ രണ്ടുപേരും കൂടെ കൊളുത്തിയാ പോരെ? പോരാ, ഈ ക്ലിനിക്കിന് ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ ഈ വിളക്ക് അമ്മയുടെ കൈകൊണ്ട് തന്നെ കൊളുത്തിയേ പറ്റൂ. നിങ്ങളുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നാ ഞാൻ എല്ലാവർക്കും ചായ എടുക്കാം. വാ അമ്മേ. നമുക്കേ ക്യാബിൻ ഒന്ന് കാണാം. അപ്പോ ഇതാണ് ഡോക്ടർ നിരഞ്ജന്റെ ക്യാബിൻ. ഇന്നൊരു നല്ല ദിവസമല്ലേ? ആ ക്യാഷ് ഞാൻ അക്കൗണ്ടിലേക്ക് ഇടട്ടെ? അയ്യോ, വേണ്ട വേണ്ട, അത് വിശാലിന്റെ കയ്യിൽ തന്നെ ഇരുന്നാ മതി. എന്നാ അക്ഷര ഏൽപ്പിക്കാം. ഏയ്, അതും വേണ്ട. വേറൊന്നും കൊണ്ടല്ല, എന്താ എപ്പോഴാ എന്നൊന്നും അറിയില്ലല്ലോ. പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ക്യാഷ് ആരെങ്കിലും എടുത്തോണ്ട് പോകരുതല്ലോ. വിശാലിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോഴെന്നല്ല, കുറെ കാലത്തേക്കെങ്കിലും. ആ പേടി എനിക്കെന്തായാലും ഇല്ല. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കതിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. എന്താണ് മാറി നിന്നൊരു ഗൂഢാലോചന? ചായ എടുക്കും. താങ്ക് യു. അപ്പോ നിങ്ങൾ സംസാരിച്ചേക്ക്. ഓൾ ദി ബെസ്റ്റ്. പോവാൻ പോകണോ? അല്ല, ഞാൻ ഈ പരിസരത്ത് തന്നെ കാണും. ഫസ്റ്റ് ഡേ അല്ലേ? എന്റെ BP ഒന്ന് ചെക്ക് ചെയ്യണം. ആരെങ്കിലും ഒരാൾ വന്നിട്ട് ചെക്ക് ചെയ്യാന്ന് വിചാരിച്ച് നിൽക്കുക. അങ്ങനെ നോക്കണമെന്നില്ല. നോക്കണം. ഞാനൊരു ഭാഗ്യം കെട്ട മനുഷ്യന്. എന്റെ ഭാഗ്യക്കേട് ഈ ക്ലിനിക്കിന് വേണ്ട. വിശാലിന്റെ ഓരോരോ തോന്നലുകൾ. എന്തായാലും വെയിറ്റ് ചെയ്യ്, ഞാൻ വിളിക്കാം. ശരി. നിക്ക്. എങ്ങോട്ടാ? ക്ലിനിക്കിലേക്ക്. പോകാൻ പറ്റില്ല. അത് പറയാ നീ ആരാ? ക്ലിനിക്ക് തുറന്നിരിക്കുന്നതേ രോഗമുള്ളവരെ ചികിത്സിക്കാൻ വേണ്ടിയാ. എനിക്കതുണ്ട്. എനിക്കിവിടുന്ന് ചികിത്സ വേണം. ചികിത്സ നിഷേധിച്ചാലുണ്ടല്ലോ ഈ സ്ഥാപനം ഞാൻ പൂട്ടിക്കും. ഇരുട്ടെ, അവരെ കയറ്റിവിട്. അവരുടെ അസുഖം ഞാൻ മാറ്റിക്കോളാം. മാറണം. ഇരിക്ക്. ഈ ക്ലിനിക്ക് തുടങ്ങിയിട്ട് ആദ്യത്തെ പേഷ്യന്റ് തങ്കച്ചി. അതിന്റെ ഒരു ഗുണം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. നല്ല രാശിയുള്ള കയ്യാ എന്റേത്. ഞാൻ ആർക്കെന്ത് കൊടുത്താലും അവിടെ വെച്ചടി കയറ്റമായിരിക്കും. അതൊക്കെ എനിക്കറിയാലോ. അക്ഷരയുടെ അച്ഛന് തങ്കച്ചി തന്നെയല്ലേ കാശ് കൊടുത്തത്. എന്നിട്ട് അച്ഛന്റെ അവസ്ഥ എന്തായി? അത് കടം. അതുപോലല്ല ഇത്. ശരി ശരി, ഞാൻ തർക്കിക്കാനൊന്നുമില്ല. എന്താ അസുഖം? ഒരു കുടുംബം തകരണം. മനസ്സിലായില്ല. എന്നെ വഞ്ചിച്ചൊരു വീടുണ്ട് ഈ നഗരത്തിൽ. ജയശങ്കർ എന്നാ കുടുംബനാഥന്റെ പേര്. അയാളുടെ കുടുംബം തകർന്ന് നാമാവിശേഷമാവണം. തങ്കച്ചിക്ക് സ്ഥലം മാറിപ്പോയി. ഇത് മാനസിക രോഗാശുപത്രി അല്ല. തങ്കച്ചിക്ക് ഇപ്പം ആവശ്യം നല്ലൊരു സൈക്കാട്രിസ്റ്റിന്റെ ട്രീറ്റ്മെന്റാ. ഞാൻ വേണമെങ്കിൽ ഒരാളെ സജസ്റ്റ് ചെയ്യാം.